യെസ്, ഹലോ ഡിയർ സ്റ്റുഡൻസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ സെക്ഷൻ ഫോർമുല എന്നുള്ള പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സെക്ഷൻ ഫോർമുല. വളരെ സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നേരെ നോക്കിയിരുന്നോളൂ. സോ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ ഒപ്പം ചെയ്തോളൂ കേട്ടോ, എന്നാലും പെട്ടെന്ന് മനസ്സിലാവും. എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. എന്റെ പേരാണ് 25. എന്റെ പേര് 25. ബി എന്ന പോയിന്റ് 710. ബി എന്ന പോയിന്റ് ഏതാണ്? 710. അതിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? 3:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിവൈഡ് ചെയ്യുന്ന ഈ പോയിന്റില്ലേ, അതിന്റെ കോർഡിനേറ്റ്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ആ എ ബി എന്ന് പറഞ്ഞ ലൈനിനെ 3:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഈ പോയിന്റ്, ഇപ്പൊ ഞാൻ ഈ പോയിന്റിന് ഞാൻ പി എന്ന് കൊടുക്കും. എന്ത് വേണേലും കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള കുറെ ലെറ്ററുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കൊടുക്കാം. ചില ആളുകൾക്ക് വേറെ പല ലെറ്ററുകൾ ഇഷ്ടമുണ്ടാവും, ചില ആളുകൾക്ക് വേറെ പല ലെറ്ററുകൾ, അതൊക്കെ കൊടുക്കാം. എനിക്കിഷ്ടമല്ല ലെറ്റർ പി ആണ്, അതുകൊണ്ട് ഞാൻ പി കൊടുത്തു. മനസ്സിലായോ? യെസ്. ഇനി സി ഒക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. ഇനി ഇത് ചെയ്യേണ്ട പണി ഇതാണ്. ഇതിനെ പറയുന്ന പേരാണ് x1. ക്ലിയർ ആണോ? ഇതിന്റെ പേര് x2 അല്ല, ഈ രണ്ടാമത്തിന്റെ പേര് y1 എന്ന. ഇതിന്റെ പേരെന്താ? നിങ്ങളൊന്ന് പറഞ്ഞ, ഇതിന്റെ പേരെന്താ? x2. ഇതിന്റെ പേരെന്താ? y2. ഈ റേഷ്യോ അല്ലേ, റേഷ്യോ, അതിന് mn എന്നാ പറയാ. റേഷ്യോക്ക് എന്താ പറയാ? mn. ക്ലിയർ ആണോ? ഇനി ഇക്വേഷൻ എഴുത്. ഒന്ന് ഇക്വേഷൻ എഴുതിക്കാം. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ പഠിക്കൽ നിർബന്ധമാണ്. mx2 plus nx1, mx2 plus nx1 by m plus n, my2 plus ny1 by m plus n. ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഒന്ന് ഇക്വേഷൻ പഠിച്ച mx2 plus nx1 by m plus n, my2 plus ny1 by m plus n. നോക്കിക്കോ, മെല്ലെ ചെയ്യണേ, എന്റെ കൂടെ ചെയ്യേ. ഈക്വൽ ടു എം എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 3. ഈ എക്സ് വൈ എന്നൊക്കെ കാണുന്നിടത്തൊക്കെ ബ്രാക്കറ്റ് കൊടുക്കുക. x2 എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? 7. മനസ്സിലായോ? പ്ലസ് n എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? n2. x1 പറടാ 2. x1 എന്നുള്ളിടത്ത് എന്താണ്? 2 ബൈ m plus n പറടാ 3 plus 2. ഇതേപോലെ അടുത്ത മറ്റേ ഭാഗങ്ങൾ ചെയ്യേ. my2 പറഞ്ഞ m എന്ന് പറഞ്ഞ 3, y2 ഒന്ന് പറഞ്ഞ y2 പറഞ്ഞ എന്താ? 10 പ്ലസ് ny1 n എന്ന് പറഞ്ഞാൽ എന്താ? 2, y1 5 by m plus n 3 plus 2. സോ ഇത് സിമ്പിൾ ആണ്. ഇനി ചെയ്യാൻ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. 3 into 7 എത്ര? 21. ഒന്നുകൂടി ലൈനാക്കി എഴുതാം. 21 plus 2 into 2 4 by 5. ക്ലിയർ അല്ലേ? 3 into 10 30. 2 into 5 10 by 5. ക്ലിയർ ആണോ? സോ 21 plus 4 എത്ര? 25 അല്ലേ? 25 by 5 എന്ന് കിട്ടും. 30 plus 10 എത്ര? 40 by 5 എന്നും കിട്ടും. ഈസി അല്ലേ? എടാ എത്രയാടാ 25 by 5 എന്ന് പറഞ്ഞാല്? 5. 40 by 5 എന്ന് പറഞ്ഞാൽ എത്ര? 8. സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ. ഇത് ഈസി ആയിട്ട് മനസ്സിലായോ? യെസ്.